ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇന്ന് ജൂൺ മാസം 3-ാം തീയതി ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സാമീപ്യം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാക്കളെ വിവേചിച്ച് നാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യാത്മാവിനെയും അശുദ്ധാത്മാവിനെയും കഴിഞ്ഞ ക്ലാസ്സുകളിൽ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്ന് നാം കണ്ടു കഴിഞ്ഞു. ദുഷ്ടാത്മാക്കൾ എവിടേക്കാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ ഇന്ന് കാണുകയാണ്. എഫെസസ്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 12 മുതലുള്ള തിരുവചനം ഇങ്ങനെ കാണുന്നു: നിങ്ങൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ അരൂപികൾക്കെതിരെയുമാണ് നിങ്ങൾ യുദ്ധം ചെയ്യുന്നത്. നമ്മൾ യുദ്ധം ചെയ്യുന്നത് ഒരു മനുഷ്യനെതിരെയല്ല, അവനിൽ പ്രവർത്തിക്കുന്ന ചില ദുഷ്ടശക്തികൾക്കെതിരെയാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുക. സ്വർഗീയ ഇടങ്ങളിൽ പോലും ഈ ദുഷ്ടശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കി തരുന്നു. ഇവയെ തിരിച്ചറിയുക അത്ര എളുപ്പമല്ല. പ്രാർത്ഥനയും ഉപവാസവും പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആത്മാക്കളെ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. ദൈവാത്മാവാണോ അശുദ്ധാത്മാവാണോ എന്ന് തിരിച്ചറിയുവാൻ നമ്മൾ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചും ഉപവസിച്ചും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള കൃപയ്ക്കായി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രാർത്ഥിക്കാനായി ചിലർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജാക്സൺ സ്വന്തമായി ഒരു ബിസിനസ് ചെയ്ത് സ്ഥിരമായ ഒരു വരുമാനത്തിൽ എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, സ്ഥിരമായി വരുമാനമില്ലാതെ കഷ്ടപ്പെടുന്ന അനേകം വ്യക്തികളുണ്ട്. അവരിലേക്ക് നിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഒഴുകി അവർക്ക് നിത്യമായ ഒരു വരുമാനത്തിൻ്റെ സ്രോതസ്സ് അവർക്ക് കാണിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗികളെയും ട്യൂമർ രോഗികളെയും കണ്ണിന് കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുന്നവരെയും നിന്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാഥ, അവരെ അനുഗ്രഹിക്കണമേ. +1 നേഴ്സിംഗ് എന്നിവയ്ക്ക് അഡ്മിഷൻ കിട്ടുവാൻ വേണ്ടി ഒത്തിരിയേറെ കഷ്ടപ്പെടുന്ന മക്കളുണ്ട്. മാർക്ക് കുറഞ്ഞു പോയതിൻ്റെ പേരിൽ സാമ്പത്തികമായി ക്ലേശം അനുഭവിക്കുന്നവർ, അവരുടെ ഇടയിലേക്കെല്ലാം പരിശുദ്ധാത്മാവെ അവിടുന്ന് കടന്നു വന്ന് അവരെ ധൈര്യപ്പെടുത്തി അവർക്ക് പഠിക്കുവാനുള്ള നല്ല സ്കൂളുകൾ കണ്ടെത്തി അവരെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഥ, വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും അവിടുത്തെ ആത്മാവിൻ്റെ അഭിഷേകം സമർത്ഥമായി ഉണ്ടാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള കൃപ ഓരോ മക്കൾക്കും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ അമ്മേ, ആശ്രയമാതാവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും ഹൃദയമായി മധ്യസ്ഥം വഹിക്കണമേ. അമ്മേ.